ഹായ്. നേറ്റിങ്ങടെ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. തേപ്പാണ് കാരണം. ഈ വിഷയം ഞാൻ എടുക്കാനുണ്ടായ കാരണം മെയിനായിട്ട് ഞാൻ അനുഭവിച്ച ഒരു സൈബർ അറ്റാക്കിൽ നിന്ന് തുടങ്ങാം നമുക്ക്. മുല്ലപ്പൂവിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് എന്നെ അതിതീവ്രമായി അറ്റാക്ക് ചെയ്യുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുല്ലപ്പൂ എന്ന പേരുള്ള ഒരു കുട്ടി നിരന്തരമായി ആൺകുട്ടികളെ തേക്കുന്ന ഒരു സിനാരിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് ഞാൻ പൊതുജനത്തിലേക്ക് കൊണ്ടുവരികയും ആ പെൺകുട്ടിയെ തുറന്നു കാണിക്കുകയും ചെയ്തിരുന്നു. പെൺകുട്ടി ജീവിച്ചിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പെൺകുട്ടിക്ക് സൗന്ദര്യമുള്ളത് കൊണ്ടോ നമുക്കും തേപ്പൊന്നും കുഴപ്പമില്ല, കുറച്ച് ദിവസത്തേക്ക് സ്റ്റെപ്പിനിയായി കിട്ടിയാലും കൊള്ളാം എന്നുള്ള ഒരു വ്യഗ്രത കൊണ്ടോ എന്നറിയത്തില്ല, ഒരു പറ്റം കൂട്ടുകാർ എന്നെ ആക്രമിക്കുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. അതിതീവ്രമായ സൈബർ ആക്രമണം നേരിട്ടിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായി എനിക്ക് നല്ലൊരു ചാനലുണ്ടായിരുന്നത് കൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും ഉറച്ചു നിൽക്കുന്നു, എന്ത് നഷ്ടം വന്നാലും ഈ ഒരു വസ്തുത പുറത്ത് കാണിക്കുമെന്നുള്ളത് എൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. എൻ്റെ കാരണം മറ്റൊന്നല്ല, തേപ്പ് കൊണ്ട് വരാവുന്ന നഷ്ടം ഈ കുട്ടിയുടെ ജീവിതം കാണുമ്പോൾ അറിയാം. ഈ കുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകാം. സത്യസന്ധമായി ആത്മാർത്ഥമായി സ്നേഹിച്ച പയ്യന് നേരിടേണ്ടി വന്ന അതിതീവ്രമായ ഒരു അവഗണന, അതിൽ നിന്ന് ആ കുട്ടി തീരുമാനിച്ചത് മരണമാണ്. അമ്മയും അച്ഛനും അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്നും എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞാൻ വേണമെന്നും അനിവാര്യമായി ഞാൻ ചെയ്യേണ്ട ചില കടമകളുണ്ടെന്നും ഒക്കെ മറന്നുകൊണ്ട് ആ പയ്യൻ ചെയ്തൊരു ചെയ്ത് നാൾ വഴി ആ അമ്മ വിശദീകരിക്കുന്നുണ്ട്. ഫോക്കസ് ചാനൽ ഇതെടുത്ത് വെച്ച് കൃത്യമായി അവരുടെ ഇൻ്റർവ്യൂ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കാണുക. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്യാം, ചോദിക്കുകയാണെങ്കിൽ. ഈ വിഷയത്തിൽ ആ അമ്മ പറയുന്ന അഭിപ്രായം കേൾക്കുമ്പോൾ ഷോക്കായിരിക്കുകയാണ്. എങ്ങനെ അവർക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണമെന്ന് പോലും എനിക്കറിയില്ല. ഞാനൊന്നും ഇത് ഓവർകം ചെയ്യുന്ന സ്ത്രീയല്ല. എൻ്റെ മകൻ ഇങ്ങനെയൊന്നും ചെയ്താൽ ഒരിക്കലും എനിക്ക് താങ്ങാൻ പോലും ആകത്തില്ല. വളരെ സുരക്ഷിതത്തോടു കൂടി അല്ലെങ്കിൽ സൂക്ഷ്മമായി ഞാൻ അവനെ നിരീക്ഷിക്കാറുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ഇതുപോലെ വന്ന് തലയിൽ കയറി ഇതിന് പണി കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ തീവ്രമായി ഞാൻ അവനെ വാച്ച് ചെയ്യുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല, എനിക്ക് എൻ്റെ മകൻ ഏറ്റവും പ്രിയപ്പെട്ടതായതുകൊണ്ടാണ്. ഇതുപോലുള്ള കുറേ തേപ്പ് റാണികൾ വരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. പണ്ടത്തെ കാലഘട്ടത്തിൽ ഇത് വേറൊരു ടൈമിൽ വേറൊരു രീതിയിലായിരുന്നു. ഫോൺ റീചാർജ് ചെയ്യുക, കമ്മൽ, മുത്തുമാല, കുപ്പിവള, അത്യാവശ്യം വീട്ടിലേക്കുള്ള എക്സ്പെൻസ്, ഇതൊക്കെയൊക്കെ വാങ്ങിച്ചെടുത്ത ശേഷം അവസാനം നീ എൻ്റെ സഹോദരനെ പോലെയാണ്, എനിക്ക് സഹോദരനായിട്ട് മാത്രമേ നിന്നെ കാണാൻ കഴിയൂ എന്ന് ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് കാശുകാരനെയും കെട്ടി പൊടിയും തട്ടി പോകുന്ന ഒരു രീതിയുണ്ട്. ഇവർക്കിടയിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവൻ എത്തി. അപ്പോഴും അവൻ കൊടുത്ത സാധനങ്ങളൊന്നും തിരിച്ചു വാങ്ങിക്കാതെ അവളെ ബെഗ് ചെയ്യുന്നൊരു സിനാരിയോണ് ഈ അമ്മ പറയുന്നത്. കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാമേ. ശരി, ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അവൾ തന്നെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട് പാലിച്ച സമയത്ത് അവരിവിടെ വന്നിട്ട് അവരുടെ വീട്ടുകാർ മൊത്തം ഇവിടെ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. വളരെ വലിയ കാര്യമായി ശരി കല്യാണം കഴിച്ചു കൊടുക്കാം, കല്യാണം കഴിച്ചോട്ടെ എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ പിന്നെ അറിയുന്നത് കുറച്ച് ഇവിടെ കർണാടകയിൽ അങ്ങ് കളിക്കാൻ വേണ്ടി പോയി. കളിച്ചപ്പോൾ ഇവിടെ ഇവൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചായിരിക്കുന്നു. അപ്പോൾ ഇവിടെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. കുറേ അപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് വിളിച്ചു നോക്കി. അപ്പം അതിലും ബ്ലോക്ക് ചെയ്ത് വെച്ചു. അവൻ്റെ അച്ഛൻ്റെ ഫോൺ എടുത്ത് വിളിച്ചു, അതിലും ബ്ലോക്ക് ചെയ്തു. അപ്പം അവൾ കൂട്ടുകാരി ഫോണിലോട്ട് വിളിച്ചു നോക്കി, വിളിച്ചിട്ട് അവരും എടുക്കുന്നില്ല. അങ്ങനെ എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കൾ കരയണ്ട, അവൾ വരുമല്ലോ എന്നായിരുന്നാലും അവൾ പോയിട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് സംസാരിക്കാൻ തോന്നും. അവളങ്ങനെ വന്നു. തലേദിവസം വന്നു. പിറ്റേ ദിവസം നമ്മൾ വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പോയി അവളോട് ചോദിക്കാമെന്ന് പറഞ്ഞു. ഇല്ല, അമ്മ പോയി അവളെ പോയി കാല് പിടിക്കണ്ട, ഞാൻ പോയി അവളെ കാല് പിടിച്ച് എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റൂല, എനിക്ക് മറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ശരി, ഇല്ല ഞാനും കൂടെ വരാമെന്ന് അവളോട് പറഞ്ഞു. അപ്പം ഞാൻ ഷോപ്പിലായിരുന്നു, നമുക്ക് മെഡിക്കൽ ഷോപ്പുണ്ട്. അപ്പം ഞാൻ ഷോപ്പിലിരിക്കുന്നു. ഇപ്പം പോയമ്മ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയത് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ വരണമെന്ന് പറഞ്ഞു. അപ്പം കടയിൽ പെട്ടെന്ന് ഒരാളെ ഇരുത്തിയിട്ട് എനിക്ക് അവൻ്റെ കൂടെ പിറകെ പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യനെ വിളിച്ചിട്ട് രാത്രിയായിരുന്നു, സന്ധ്യ കഴിഞ്ഞു. അപ്പോൾ ആ പയ്യനെ വിളിച്ചൊരു 7 മണി. ഈ അമ്മയും ആ പെണ്ണിൻ്റെ അമ്മയും തമ്മിൽ സംസാരിച്ചിരുന്നു. മകൾക്ക് മറ്റൊരു സെറ്റപ്പ് ഒത്തിട്ടത് കൊണ്ടായിരിക്കാം വേണ്ട എന്ന് പറയുന്നത്. വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് തന്നെയല്ലേ അർത്ഥം. അടുത്ത് മകൻ ഡിപ്രഷനിലാണെന്നും ഡിപ്രഷൻ മാറുന്നിടം വരെ നീ ഒന്ന് സംസാരിക്കണമെന്നും ഈ അമ്മ ആ മകളോട് കെഞ്ചുകയാണ്. ഈ പറയുന്ന പ്രസ്തുത വീഡിയോയിൽ ആ കുട്ടി നേടിയ അവാർഡുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരുപാട് അവാർഡുകൾ നേടിയ നല്ല മിടുക്കനായ ഒരു കുഞ്ഞ്. അവൾക്ക് അർഹതയില്ലാത്ത ഒരു ഗിഫ്റ്റാണ് ഈ കുട്ടി. കൊടുക്കേണ്ട കാര്യം ഇല്ലായിരുന്ന അമ്മ തീരുമാനിക്കണമായിരുന്നു. സ്ട്രിക്റ്റായി അമ്മ കൂടെ നിൽക്കണമായിരുന്നു. തെറ്റും കുറ്റവും പറയുന്നതല്ല, തീർച്ചയായിട്ടും കൺകാവലോട് നോക്കിയിട്ടില്ല എങ്കിൽ ഇത്തരക്കാരികൾ വഴി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ മാനസികമായ ഒരു സ്വസ്ഥത, അതിൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനോഘടന തന്നെ തെറ്റുന്ന രീതിയിലുള്ളൊരു അവസ്ഥയിലേക്ക് കുട്ടികളെയും കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ആ മകനെ സമനില തെറ്റി അവൻ ഒരു പ്രത്യേക തീരുമാനത്തിൽ എടുത്തു ചാടിയതിൻ്റെ കാരണം തന്നെ അവൻ അവളെ മറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തിരുത്തി കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. കൗൺസിലിംഗ് കൊടുക്കാം, കൂടെ കൊണ്ടു നടക്കാം, കൂട്ടുകാരെ റിക്വസ്റ്റ് ചെയ്യാം എന്നതിനപ്പുറം ആ സ്ത്രീയെ തന്നെ വീണ്ടും പോയി റിക്വസ്റ്റ് ചെയ്തെടുത്താണ് പ്രശ്നം വഷളായത്. അവൾ വിളിക്കും, വീണ്ടും തെറി പറയും, വീണ്ടും മോശം പറയും, വീണ്ടും വൃത്തികേട് പറയും. പോയി ചത്തൂടേടാന്നുള്ള അവളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അവൻ കയറി തൂങ്ങി കാണിച്ചു കൊടുത്തത്. അപ്പോഴുണ്ടായ ഒരു വിക്ഷോഭം,
വികാര വിക്ഷോഭത്തിൽ അവൻ ചെയ്ത കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് ആർക്ക് നഷ്ടം? ഇതാണ് തേപ്പുകാരികളെ തുറന്നു കാണിക്കാൻ ഞാൻ കാണിക്കുന്ന ഒരു ഉത്സാഹം. അതിൻ്റെ റീസൺ ഞാൻ പറയാം. എനിക്കിതുപോലൊരു അനുഭവമുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ മകൻ ഇതുപോലൊരു ചെയ്തു. ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് അവനെ തിരിച്ചു കിട്ടി. കാരണം കൺകാവലായി ഞങ്ങൾ കൂടെ നിന്നു. അവൻ കൈഞരമ്പാണ് മുറിച്ചത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചുകൊണ്ട് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി. പിന്നെ ഞങ്ങൾ സഹോദരിമാർ മാറി മാറി അവന് കാവൽ നിന്നു, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. തേർഡ് പേഴ്സണെ ഞങ്ങൾ തന്നെ കണ്ടെത്തി അവന് കൂട്ടുകാരിയാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. എത്രത്തോളം സ്ട്രഗിൾ എടുത്താണ് അവന് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇന്ന് 10 പേരെ ഉപദേശിക്കാൻ കഴിവുള്ള രീതിയിൽ അവൻ ഡെവലപ്പായി വന്നു എന്നുള്ളതാണ്. പക്ഷെ അത് ഞങ്ങൾ അത്രയും ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ കുട്ടീനെ തിരിച്ചു കിട്ടിയത്. ഈ ഒരു ബോധം എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മകനെ ക്രോസ് വാച്ച് ചെയ്യുന്നത്. തെറ്റാണ്, ഒരുപാടൊന്നും നമ്മളങ്ങനെ സൂക്ഷ്മതയോടെ വാച്ച് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ ചെയ്യണം. കാരണം ചുറ്റുമുള്ള ലോകം അതാണ്. പെൺകുട്ടികൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഈ കുട്ടികളെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്തരം ഗോൾഡ് ഡിഗേഴ്സിൻ്റെ കയ്യിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എറിഞ്ഞു കൊടുക്കരുത്. സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് വേണം. എന്തിനെ അവൾക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കാൻ അവളുടെ പേരൻസ് ഉണ്ടല്ലോ എന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് അവൾ വരുന്നു. അപ്പം നമ്മൾ നോക്കിയാൽ പോരെ. ഞാനാണ് അവളെ നോക്കേണ്ടത്, ഞാനാണ് ഉത്തരവാദി എന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണിത്. ഈ പേരൻറ്റ് തീർച്ചയായിട്ടും ശ്രദ്ധയോടുകൂടി ഇത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ മകൻ നഷ്ടപ്പെടില്ലായിരുന്നു. തേപ്പ് വരുന്നെങ്കിൽ അവൾ നിനക്ക് ചേർന്നവളെ അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അമ്മയ്ക്ക് സാധിക്കും. കുറച്ച് ക്രൂരമാണെങ്കിൽ പോലും വൾഗറായി അവളെ അവതരിപ്പിക്കുക തന്നെ വേണം. അല്ലാതെ നമ്മുടെ മക്കൾ നമ്മുടെ കൈവിട്ടു പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കരുത്. തീർച്ചയായിട്ടും ഇത്തരം മോശപ്പെട്ട സ്വഭാവമുള്ളവർ നമ്മുടെ സമൂഹത്തിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവരെ തുറന്നു കാണിക്കാൻ ഞാൻ ഉത്സാഹം കാണിച്ചത്. മുല്ലപ്പൂവിനെ പറ്റി പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആക്രമണം ജനങ്ങൾ. ഒരു പെൺകുട്ടി 18 or 20 വയസ്സുള്ളൊരു പാവം പെൺകുട്ടി, ഒരു ഇൻഫ്ലുവൻസർ, അവളെപ്പറ്റി ഇങ്ങനെ പറയുന്നു. പാടുണ്ടോ? സ്ത്രീയെ തള്ളച്ചി, കിളവി, അമ്മച്ചി എന്ത് പറഞ്ഞപ്പോഴും ഞാൻ ഉറച്ചു നിന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നഷ്ടപ്പെടുന്നത് കുട്ടികളുടെ ജീവിതമാണ്. അതിലൊരു അമ്മ പ്രാണവേദനയോട് കൂടി വന്ന് പറഞ്ഞൊരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു. അത് അവൾ തന്നെ എടുത്ത് പ്ലേ ചെയ്യുന്നു. മകനെ നഷ്ടപ്പെട്ടു പോകുമോ, ഇത് ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ദൂരെ കളയുന്ന സ്ഥലത്തിലുള്ളൊരു ക്യാരക്ടറുള്ള ഒരുത്തിയാണ് എന്ന് എടുത്ത അമ്മ പറയുമ്പോൾ പോലും അത് വിശ്വസിക്കാൻ നാട്ടുകാർ തയ്യാറല്ല. അപ്പോഴും ഞാനായിരുന്നു കുഴപ്പം. ഇപ്പം മനസ്സിലായില്ലേ? ഈ 3-4 പേരെ തേച്ച് കളഞ്ഞ് ഒരെണ്ണം അതിൽ സിവിയറായി സീരിയസ് ആയി ജീവൻ വെടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ ആരായിരിക്കും? അന്ന് നിങ്ങൾക്ക് എതിർപ്പ് പറയാൻ തോന്നും അല്ലേ? പകരം അവൾക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്നും ഈ രീതിയിൽ ഒരാളും പോയി ആ ട്രാപ്പിൽ പോയി വീഴരുത് എന്നുമാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ആ പോയിന്റിൽ ഞാൻ ഇന്നും ഉറച്ചിരിക്കുന്നു. മുല്ലപ്പൂ കേസ് കൊടുത്താലും മുല്ലപ്പൂവിൻ്റെ ചുറ്റുമുള്ളവർ സൈബർ ആക്രമണം ചെയ്താലും എന്ത് ചെയ്താലും ഈ ഒരു വസ്തുതയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം ഇതുപോലൊരു മരണം ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക. ഇതിനെയാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുക. അല്ലാതെ ക്രീം വിറ്റ് നാട്ടുകാരുടെ കിഡ്നി അടിച്ച് കളയുന്നതിനെ സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന് പറയത്തില്ല. മാത്രവുമല്ല, പെൺകുട്ടികൾ ആണ് എന്ന പ്രിവിലേജ് ഉപയോഗിച്ച് ആൺകുട്ടികളെ തേക്കുന്നതിനും സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന് പറയത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതും അതും കൂടെ കൂട്ടിക്കെട്ടിയാൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ ഡെപ്ത് മനസ്സിലാവുള്ളൂ. പെൺകുട്ടികൾ കാണിക്കുന്ന അതിക്രമം വീട്ടുകാർ നോട്ടിഫൈ ചെയ്യാതിരിക്കുകയും പെൺകുട്ടികൾ അമിതമായ സാധനങ്ങൾ, ഈ ഐഫോൺ, മൊബൈല്, അതല്ല ഐഫോണും മൊബൈലും ഒക്കെ സെയിം തന്നെ, ഈ കമ്പ്യൂട്ടർ, ഡയമണ്ട്, മൂക്കൂത്തി, ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നും ചോദിക്കണം. മകൾ അവളെ പറ്റിക്കാനാണ് നിൽക്കുന്നതെങ്കിൽ അമ്മയും അച്ഛനും കൂട്ടുനിന്നാൽ ഇതുപോലൊരവസ്ഥ ഉണ്ടായാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ ഈ പറയുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഉൾപ്പെടെ മാതൃകാപരമായി ശിക്ഷിക്കണം. ആൺകുട്ടിക്കൊരു ന്യായം പെൺകുട്ടിക്കൊരു ന്യായമൊന്നുമില്ല. ഇവിടെ പെൺകുട്ടികൾ അടിമകളാക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് പെൺകുട്ടികൾക്കായി നിയമസാധുത കൂടുതലുള്ളത്. അത് ഒരു ബെനിഫിറ്റായി ഉപയോഗിച്ച് ആൺകുട്ടികളെ അവഹേളിക്കാൻ നിയമമില്ല. അവർക്കും മൗലികാവകാശമുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈക്വൽ റൈറ്റ്സ് എന്നാണ് പറയുന്നത്, അല്ലാതെ ആൺകുട്ടികളെക്കാൾ ഉയരത്തിൽ എന്നല്ല പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആ പെൺകുട്ടി തീർച്ചയായിട്ടും കുറ്റവാളി തന്നെയാണ്. അവളുടെ മുഖം പബ്ലിക്കിൽ കാണിച്ചു കൊടുക്കുക. കാരണം അവളോട് ഗോൾഡ് ഡിഗറാണ്. അതിനകത്ത് ഒരാളും ആമാന്തിക്കേണ്ട കാര്യമില്ല. അവളുടെ വയസ്സോ അവളുടെ ജീവിതമോ ബാക്കി ഒന്നും വിഷയമല്ല. ഇനി ഒരു ആൺകുട്ടി അവളുടെ വലയിൽപ്പെട്ട് ഇതുപോലെ മരണത്തിന് കീഴടങ്ങരുത്. തോൽപ്പിക്കാൻ ശ്രമിച്ച ഈ പയ്യനോട് എനിക്ക് സഹാനുഭൂതിയോ സഹതാപമോ ഇല്ല. തൻ്റെ കഴിവുകളെ ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അവനാണ്. ആ വീട് നിറയെ സമ്മാനങ്ങളാണ്, ആ കുട്ടി നേടിയ സമ്മാനങ്ങൾ. എത്ര കഴിവുള്ള വ്യക്തിയാണ്. അവളെക്കാൾ സുന്ദരി, അവളെക്കാൾ സ്വഭാവ ഗുണമുള്ള,
അവളെക്കാൾ അവനെ പൊന്നുപോലെ നോക്കുന്ന, അവനെ കെയർ ചെയ്യുന്ന, അവനെ റെസ്പെക്റ്റോടു കൂടി നോക്കുന്ന ഒരു പെണ്ണിനെ അവന് കിട്ടില്ലായിരുന്നോ? എന്തിനാണ് ഈ ചെയ്തതെന്നുള്ളതാണ്. ഈ ആത്മഹത്യ ചെയ്യുന്നവരോടൊക്കെ എനിക്ക് വെറുപ്പാണ്. എനിക്ക് അവരോടൊന്നും ഒരല്പം പോലും സഹതാപം തോന്നാറില്ല. മേ ബി അതെൻ്റെ ക്യാരക്ടറായിരിക്കാം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഈസിയായി ചെയ്യാൻ കഴിയുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ കഴിയുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ആത്മഹത്യ. അതിലൂടെ നമ്മൾ രക്ഷപ്പെടും. പക്ഷേ ചുറ്റുമുള്ളവർ എന്തുമാത്രം വേദനിക്കും. ആ അമ്മയ്ക്ക് ആർക്ക് പകരം വയ്ക്കാനാകും? ആ അമ്മ അനുഭവിക്കുന്ന വേദനയൊന്ന് ഓർത്തു നോക്കൂ. ഈ മകനെ ഇത്രയും കാലം പ്രാണനെ പോലെ സ്നേഹിച്ച് വളർത്തി അത്രയും കൊണ്ടെത്തിക്കുമ്പോൾ, ഏതോ ഒരു പെണ്ണിന് വേണ്ടി അവൻ കയറി തൂങ്ങുമ്പോൾ ആ അമ്മയ്ക്ക് അവൻ കൊടുത്ത വാല്യൂ എന്താണ്? ആ അച്ഛൻ അവൻ കൊടുത്ത വാല്യൂ എന്താണ്? അവൻ്റെ ചുറ്റും അവനെ സ്നേഹിക്കുന്നവർക്ക് അവൻ കൊടുത്ത വാല്യൂ എന്താണ്? താൻ മാത്രം രക്ഷപ്പെടുക, തനിക്ക് മാത്രം ഈ ഡ്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത ഒരു വൃത്തികെട്ട രീതി തന്നെയാണ് ഈ ആത്മഹത്യ. അതുകൊണ്ടാണ് എനിക്ക് തീർത്തും ഒരു പൊടി പോലും ആ കുട്ടിയോട് സഹതാപമില്ലെന്ന് പറഞ്ഞു. അവൻ്റെ കഴിവുകളെപ്പറ്റി ഒരു രീതിയിലുമുള്ള ഗ്രാഹ്യമില്ല, അറിവില്ല. താനെന്തോ കുറഞ്ഞവനാണ്, അല്ലെങ്കിൽ ഇവളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാനാവില്ല എന്ന ഒരു തോന്നലിൽ, ഒരു തീവ്രമായ പ്രണയത്തിൽപ്പെട്ട് ആ കുട്ടി ജീവൻ ഒടുക്കിക്കളഞ്ഞു. പെൺകുട്ടികൾ ചെയ്യുമ്പോൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ആൺകുട്ടികൾക്കും അതേ അവസ്ഥ തന്നെയാണ്. ആൺകുഞ്ഞുങ്ങളുടെ അമ്മമാർ വളരെ ലൈറ്റനായിട്ട് ഇതിനെ എടുക്കും. ഒരിക്കലും ചെയ്യരുത്. വളരെ കെയർഫുള്ളായി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതുപോലുള്ള പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. ഗോൾഡ് ഡിഗേഴ്സ് എന്ന് വെച്ചാൽ ഇവർക്കിതിങ്ങനെ സ്വർണ്ണഖനി തോണ്ടി എടുക്കുക എന്നുള്ളതാണ്. ആൺകുട്ടികൾ പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് എവിടെയാണ് പറയുന്നത്? റിവേഴ്സ് ആണെങ്കിലും തെറ്റാണ്. അവരവരുടെ ചിലവുകൾ അവരവർ തന്നെ എടുക്കുന്നിടത്താണ് അതിൻ്റേതായ ന്യായമുള്ളത്. വാങ്ങിച്ചെടുക്കുന്നവർ ആ ഉത്തരവാദിത്തം തിരിച്ചാണ്, ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒരാളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിയെടുത്താൽ അവർക്ക് തിരിച്ചു കൊടുക്കുക, അറ്റ്ലീസ്റ്റ് സ്നേഹത്തോടെ ഒരു 2 വാക്കെങ്കിലും പറയാനുള്ള മാനസിക വലിപ്പം കാണിക്കണം. അവൻ്റെ ലാപ്ടോപ്പ് 3 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവളുടെ കയ്യിലുണ്ടെന്ന് പറയുമ്പോഴും ഈ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, അവളുടെ കാലിൽ പിടിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കില്ല. എൻ്റെ മകൻ പോയി ആ സ്ത്രീയുടെ, ഏത് സ്ത്രീയുടെയും കാലിൽ പിടിച്ച് എന്നെ സ്നേഹിക്കുമെന്ന് പറയണത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കില്ല. അത്ര ഒന്നുമില്ലായ്മയാണോ എൻ്റെ മകനുള്ളത്? എൻ്റെ മകൻ അത്ര കഴിവില്ലാത്തവനാണോ? എന്തിനാണ് അവനെ ശരിക്കും റിയാലിറ്റി എന്തെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ ആ അമ്മയ്ക്ക് സാധിക്കാതെ പോയതിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണ് ആ അമ്മ ഇന്ന് അനുഭവിക്കുന്ന എംപ്റ്റിനെസ്. മകനില്ലാത്ത വീട്ടിലിരുന്നു കൊണ്ട് ഈ വിവരങ്ങൾ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് അവരുടെ കെടുകാര്യസ്ഥതയാണ്. മരിച്ചുപോയ മകന് വേണ്ടിയിട്ട് നിൽക്കുന്ന അമ്മയെ കുറ്റം പറയണമെന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ തോന്നുമെങ്കിലും ഇനി ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അബദ്ധം വരാതിരിക്കാൻ ഇത് പറയുക എന്നുള്ളതാണ് മാർഗം. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമല്ല വലിയൊരു കാര്യം. അത് ആണിൻ്റെതായാലും പെണ്ണിൻ്റെതായാലും. അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക, അവർ പെർഫെക്റ്റ്ലി എവിടെയെങ്കിലും കയറി സ്വയം പര്യാപ്തരാവുക, അവരുടെ ജീവിതം പടുത്തുയർത്തുക. ഒരു പാട്ട് തന്നെ അങ്ങനെയുണ്ട്, നമ്മൾ നന്നായി ജോലി ചെയ്ത് നല്ല ടിപ്പ് ടോപ്പായി ഒരു ജോബിൽ കയറിയിരുന്ന് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പെർഫെക്റ്റായി കൊണ്ടുപോയാൽ പെണ്ണുങ്ങൾ നമ്മളെ തേടി വരും. അങ്ങോട്ട് പോകുന്നത് ശരിയായ നടപടിയല്ല. നമ്മളെ സ്നേഹിക്കുന്നവരെ, നമുക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ നമുക്കൊപ്പം ചേർത്ത് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ജീവിതം സ്വസ്ഥമായും സുഖമായും പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ തയ്യാറുള്ളവരെ, നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരെ ചേർത്ത് പിടിക്കുക. അല്ല നമ്മൾ പോയി കെഞ്ചി കൊണ്ടുവന്നാൽ നടക്കില്ല. പണം കൊടുത്താൽ സ്നേഹം കിട്ടില്ല. എന്ത് രീതിയിലുള്ള ഓഫറിങ്ങും കിട്ടുന്ന സാധനം തീരുമ്പോൾ, അല്ല അതിൻ്റെ വാലിഡിറ്റി തീരുമ്പോൾ തീരുന്നതാണ്. അതേസമയം മനസ്സറിഞ്ഞ് ഒരു വാക്കുകൊണ്ട് പോലും നമ്മളെ ഒപ്പം നിൽക്കാൻ സാധിക്കുമെങ്കിൽ ആ സ്നേഹം അത്രയും ദിവ്യമാണ്. അതിനെയാണ് ദിവ്യ പ്രണയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാക്രിഫൈസ് ആണ് ഏറ്റവും നല്ല പ്രണയം, ത്യാഗം. അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു, അതിനെയാണ് ശരിക്കുള്ള പ്രണയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഈ ഒരു വിഷയത്തിൽ ഇത് പ്രണയമായിരുന്നില്ല. ഈ പയ്യന് മാത്രമേ പ്രണയമുണ്ടായിരുന്നുള്ളൂ. അപ്പുറത്ത് നിൽക്കുന്നവൾക്ക് ഇവൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിരുന്നു. ഇവനെ ഉപയോഗിച്ച് അവൾ നേടേണ്ടതൊക്കെ നേടിയ ശേഷം ചണ്ടി പോലെ, കറിവേപ്പില പോലെ, കറിവേപ്പിലയാണ് യഥാർത്ഥ വാക്ക്, ആ കുട്ടിയുടെ എല്ലാ മണവും എല്ലാ രുചിയും എല്ലാ ആസ്വാദനങ്ങളും ആവാഹിച്ചെടുത്ത ശേഷം കുട്ടിയെ ചണ്ടിയാക്കി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് താങ്ങാനാകാത്ത ഫ്രസ്ട്രേഷനിൽ, നിരാശാബോധത്തിൽ ആ കുട്ടി കയറി തൂങ്ങിക്കളഞ്ഞു. ഇതിൽ കാരണക്കാർ ആ കുട്ടിയോടൊപ്പം നിന്ന അവരുടെ വീട്ടുകാരാണ്. ഈ പറയുന്ന അമ്മയെയും മകളെയും മാതൃകാപരമായി ശിക്ഷിക്കണം. അതിന് വേണ്ടത് സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫോട്ടോസ് ഇടുക എന്നുള്ളതാണ്. കാരണം പൊതുജനം അറിയട്ടെ ഇവരുടെ വൈകൃത മുഖം. ഞാൻ ചെയ്തത് ശരിയാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മുല്ലപ്പൂമാരെയും നിങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കല്ലേ. മുല്ലപ്പൂമാർ ഇതുപോലുള്ള മരണങ്ങൾക്ക് ഉത്തരവാദിയാകും. തേപ്പ് എന്ന് പറയുന്നത് അതിഭീകരമായൊരു സാധനമാണ്. ആൺകുട്ടികൾക്ക് അത്രയധികം മനക്കെട്ടിയേ ഉള്ളൂ. പെണ്ണുങ്ങളെപ്പോലെ എല്ലാം സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നുമില്ല. ചുറ്റുമുള്ളവരെല്ലാം ഒറ്റപ്പെടുത്തുന്നു തോന്നലിൽ മാത്രമേ പെൺകുട്ടികൾ മരണം കൈയെടുക്കുകയുള്ളൂ. എനിക്ക് പോകാനൊരിടമില്ല, എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന ഒരു തോന്നലിലാണ് പെൺകുട്ടികൾ സൂയിസൈഡ് തീരുമാനിക്കുന്നത്. ആൺകുട്ടികൾ അങ്ങനെയല്ല.
എന്നെ നിഷേധിക്കുന്നു എന്നൊരു തോന്നൽ പോലും വന്നാൽ, ഞാനൊന്നുമല്ല എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ, അവിടെ തീരും ആൺകുട്ടികളുടെ ആ മനബലം. ആൺകുട്ടികൾ ധൈര്യശാലികളാണ് നമുക്ക് തോന്നുമെങ്കിലും പെണ്ണുങ്ങളോളം ധൈര്യം അവർക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. അവൾ പോയാൽ അവളുടെ കുഞ്ഞമ്മ എന്ന് ചിന്തിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുക. ഒരു തെറ്റുമില്ലാതെ തേപ്പ് അവക്ക് മാത്രമല്ല നമുക്കും വശമുണ്ടെന്ന് കാണിക്കുക. വിവാഹവും പ്രണയവും ഒക്കെ ഒരു കമ്മിറ്റ്മെൻ്റാണ്. ആ കമ്മിറ്റ്മെൻറ്റ് കൃത്യമായി പാലിക്കാൻ കഴിയാത്തവരുമായി അത്തരം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് ഏറ്റവും പരിതാപകരമായ ഒരവസ്ഥയാണ്. അതിൽ നിന്ന് കരകയറാൻ എല്ലാവർക്കും ധൈര്യമുണ്ടാകട്ടെ. ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോകാനുള്ള മനോഘടന ഉണ്ടാകണം. മാറിക്കൊടുക്കണം. സ്വസ്ഥമായി അവർ ജീവിച്ചോട്ടെ. അവരെക്കാൾ മികച്ചൊരാളെ കണ്ടെത്തി അവർക്ക് അസൂയ തോന്നുന്ന വിധത്തിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നിടത്താണ് യഥാർത്ഥ പ്രണയം സാഫല്യമാകുന്നത്. പ്രണയം എപ്പോഴും വൺ സൈഡ് ആയിരിക്കരുത്, ഡബിൾ സൈഡ് ആയിരിക്കണം. എൻ്റെ വാക്കുകൾ ആർക്കെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മുല്ലപ്പൂവിന് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പൊന്നുമോളെ, ഇതുപോലുള്ള തേപ്പുകൾ കാരണം ആരെങ്കിലും കയറി ചാകുമ്പോൾ നിനക്ക് പണി കിട്ടും. അതുകൊണ്ട് നിന്നെയും കൂടെ കൺസേൺ ചെയ്തിട്ടാണ് നിൻ്റെ കാര്യം ഞാൻ പുറത്തേക്ക് പറഞ്ഞത്. ഒരു പൊടിക്കങ്ങ് അടങ്ങുക. തേപ്പൊരു തീവ്ര കുറ്റമാണ്. അത് ശരിക്കൊരു കുറ്റകൃത്യമായിട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല എങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു സാധനമാണ് തേപ്പ്. തേപ്പുകാരികളെ, ഒരു പൊടിക്കങ്ങ് അടങ്ങുക. ഒരു അമ്മയ്ക്ക് മകനെ നഷ്ടപ്പെടുത്തു, നിങ്ങൾക്ക് എന്ത് കൊടുത്ത് അതിനെ തിരിച്ചെടുക്കാൻ പറ്റും? ആ അമ്മയുടെ കുറവ് അല്ലെങ്കിൽ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു കൊടുക്കാനാകത്തില്ല. കരയാൻ പറ്റും, 3 ലക്ഷം രൂപ അവൾ തിരിച്ചു കൊടുക്കുമായിരിക്കും, അവൾക്ക് പണിഷ്മെൻറ്റ് കിട്ടുമായിരിക്കും, ഒക്കെ ചെയ്യും. പക്ഷേ ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് നഷ്ടം തന്നെയാണ്, ഒന്നും ചെയ്യാനാകത്തില്ല. പകരം അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് ആ മകളുടെ ഫോട്ടോ പബ്ലിക്കിലിടുക. ഇനി ഒരാൾ ആ മകൾ വഴി തേപ്പ് അനുഭവിക്കുകയോ മകനെ നഷ്ടപ്പെടുകയോ പാടില്ല എന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആ പെൺകുട്ടിയുടെ ഫോട്ടോ റിവീൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പരിഹാര മാർഗം. ഞാൻ ആലപ്പുഴയിൽ ഒരു കേസ് പോയി കണ്ടിരുന്നു. ഒരു പോലീസുകാരൻ്റെ മകളെ പ്രണയിച്ച ഒരു സാധാരണക്കാരൻ, അവളെ കാണാനായിട്ട് മതിൽ ചാടി വീട്ടിലേക്ക് പോകുന്നു. അവളെ കണ്ടു, സംസാരിച്ചു, അവളുടെ അച്ഛൻ കൈയോടെ പിടിച്ചു. പിറ്റേന്ന് രാവിലെ ലോകമറിയുന്നത് അവരുടെ വീട്ടിലെ ചായ്പിൽ ചെറുക്കൻ തൂങ്ങി നിൽക്കുന്നു, കാലുകൾ നിലത്തുമുട്ടി തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. കൊലപാതകമാണെന്ന് കൃത്യമായിട്ട് അറിയാം എന്ന് എല്ലാവരും പബ്ലിഷ് ചെയ്ത ന്യൂസിൽ ഞാൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടിരുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എനിക്കെതിരെ കേസ് വന്നിരുന്നു. പക്ഷേ അത് ഞാൻ ഫേസ് ചെയ്ത രീതി കൃത്യമായി ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞത്, എനിക്കെതിരെ എന്തെങ്കിലും രീതിയിൽ ഒരു ആക്ഷൻ എടുത്താൽ ഈ പെൺകുട്ടിയെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഞാൻ ആക്കും. ഇപ്പം ഞാൻ മാത്രമേ ചെയ്തുള്ളൂ. കോമ്പൻസേറ്റ് ചെയ്യുക. നിങ്ങൾ എത്ര കോമ്പൻസേറ്റ് ചെയ്താലും ആ കുട്ടിക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട നഷ്ടം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനാകത്തില്ല. മകൾ ചെയ്ത തോന്നിവാസത്തിന് ഈ പയ്യനെ ശിക്ഷിച്ച ഒരു രീതി ഉണ്ടായിരുന്നു. സോ എവിടെയും പെൺകുട്ടികൾക്കാണ് പ്രിവിലേജ്. ഈ ഒരു വിഷയത്തിൽ ആ മകനൊപ്പം ആ മകൻ്റെ അമ്മയ്ക്കൊപ്പം നമുക്കങ്ങനെ ഒപ്പം ചേരാനേ പറ്റുള്ളൂ. നഷ്ടം അമ്മയ്ക്കാണ്. ആ നഷ്ടം അമ്മയ്ക്കെന്ന് മാത്രമല്ല, നല്ലൊരു കലാകാരനെ, നല്ലൊരു കഴിവുള്ള നല്ലൊരു മനുഷ്യനെ തീവ്രമായ ഒരു പ്രണയത്തിൻ്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് മാത്രം. താങ്ക് യു സോ മച്ച്.